നമസ്കാരം. ഈ ഫ്ലാറ്റ് എർത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാവോ? ഫ്ലാറ്റ് എർത്തിനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് മൊത്തത്തിലുള്ള ജനങ്ങൾക്ക്, ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ സ്കൂളിൽ ഇതൊരു ബ്രെയിൻ വാഷിംഗ് ആണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ പിള്ളേരിലേക്ക് തലയിൽ എഴുതി എഴുതി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. ഭൂമി ഉരുണ്ടതാണെന്നുള്ള ഒരു തെളിവും ഇതുവരെ ഒരു ഗവൺമെന്റിനും, ഒരു ആസ്ട്രോനോട്ടിനും, ഒരു വ്യക്തിക്കും, ഏതൊരു സയന്റിസ്റ്റ് ആർക്കും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ഒരു ഊഹാപോഹങ്ങളാണ് ഖുറാനിൽ പറയണ. അതിന് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ ഖുറാൻ എന്ന് പറഞ്ഞ ഖുറാന്റെ ഭാഷ എന്ന് പറഞ്ഞത് അറബിയ. അത് ആ കാലഘട്ടത്തിൽ എഴുതിയത് തർജ്ജിമ ചെയ്ത്, ഏതൊരു സാധനം നമ്മൾ ഈ കാലഘട്ടത്തിലും നമ്മൾ അറിയാൻ പാടാത്തൊരു ഭാഷ തർജ്ജിമ ചെയ്ത് വരാൻ നേരത്ത് അതില് ഈ തർജ്ജിമ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് തോന്നണം, അവർക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ആ ടൈമിൽ തോന്നുന്ന കാര്യങ്ങൾ അവരെഴുതി ചേർക്കുന്നതാണ്. ആണ് ഖുറാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരണം. എർത്ത് ഫ്ലാറ്റ് അല്ല, എർത്ത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ആണ്. ഇൻഫിനിറ്റ് പ്ലെയിൻ എന്ന് ഉദ്ദേശിച്ചാൽ അതിൽ ഒരു ഘട്ടമാണ് നമ്മൾ സാധാരണ ഒരു ചോറും പാത്രമുള്ള ചോറ് കഴിക്കുന്ന നമ്മുടെ പ്ലേറ്റ് ഉണ്ട്, സ്റ്റീൽ പാത്രം. അതുപോലെ ഐസ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു ഇൻഫിനിറ്റ് പ്ലെയിൻ ആണ്. അതുപോലെ വേറെ ഡയമെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലാനറ്റ്സ് ഉണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ. ഖുറാനിൽ പറയണമെന്നുള്ളതല്ല, ഇപ്പൊ ഞാൻ പറയണത് തന്നെ തെറ്റാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആർക്കും ഇതിനെപ്പറ്റി യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഒരാളും ആയിട്ടില്ല ഇതുവരെ. ഞാൻ പറയണതും എന്റെ ഒരു ഐഡിയോളജി. എല്ലാവർക്കും പറയാലോ. ഇപ്പൊ ബിഗ് ബാങ് അതല്ല, ഇത് ഓരോ കാലഘട്ടത്തിൽ, ഇത് സയൻസ് എന്ന് പറഞ്ഞ ഓരോ കാലഘട്ടത്തിൽ മാറി മറിഞ്ഞിരിക്കണേ. ആദ്യം ബിഗ് ബാങ് തിയറിയാണ് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചത്. ഒരു 80 കാലഘട്ടത്തിൽ പഠിച്ച പിള്ളേരെല്ലാം പഠിച്ചിരുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ഇപ്പൊ ബിഗ് ബാങ് തിയറി അല്ല എന്നുള്ളത് ഇത് വന്നല്ലോ. അപ്പൊ ഈ സയൻസ് പറഞ്ഞതും തെറ്റാണ് ശരിയാണല്ലോ എന്നുള്ളതല്ല, ഒന്നും കറക്റ്റ് അല്ല. വിശ്വസിക്കാനുള്ളത് വെച്ചാൽ ഇപ്പൊ അങ്ങോട്ട് ജീവിച്ചു പോവുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നിലും വിശ്വസിക്കാണ്ടിരിക്കുക.